UPA-യുടെ 10 വർഷത്തെ ഭരണകാലം ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഉണ്ടാക്കിയ ഡാമേജ് ചില്ലറയൊന്നുമല്ല. വെടിയുണ്ട പോലും എന്താ പറയുക 20 ദിവസത്തെ 30 ദിവസത്തെ ബാക്കപ്പ് ഉണ്ടായിരുന്നതിനെ കുറച്ച് കൊണ്ടുവന്ന് 3 ദിവസം മാത്രം യുദ്ധം ചെയ്യാനുള്ള അവസ്ഥയേ ഉള്ളൂ എന്ന അവസ്ഥയിലാണ് AK ആന്റണി എന്ന മഹാനുഭാവൻ ഇന്ത്യൻ സായുധ സേനയെ കൊണ്ടെത്തിച്ചത്. അത് മാത്രവുമല്ല, നമുക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നില്ലായിരുന്നു, നമുക്ക് ഭീകരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഇതിൽ നിന്ന് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയപ്പോൾ ഓരോന്നായിട്ട് എന്തൊരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളില്ലായിരുന്നു, ഓർക്കണ്ടോ? അത് ഉൾപ്പെടെയുള്ള ബേസിക് ആയിട്ടുള്ള സംഗതികൾ കൊണ്ടുവന്നു. ഇന്നിതാ നമ്മൾ ഇന്ത്യയിൽ തോക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. മറ്റ് തോക്കുകളൊക്കെ ഒന്നുകിൽ ഓർഡിനൻസ് ഫാക്ടറിയിൽ ഉണ്ടാക്കുമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുമായിരുന്നു. ഹെക്ലർ ആൻഡ് കോക്കും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിരിക്കുന്നത് പുറത്തുനിന്നാണ്. അതൊക്കെ ആസീസ് മേടിച്ചതാണ്. അങ്ങനെയല്ല ഇപ്പോൾ ഭാരത് ഫോർജ് സ്വന്തമായിട്ട് തോക്കുണ്ടാക്കുന്നു. പൂനെയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് മതിയോ? അല്ല, പോരാ. ഒത്തിരി കാലം പോകാനുണ്ട് നമുക്കിനിയും, യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവല്ലോ, കുറച്ച് സമയം എടുക്കും. ആ ഒരു ഡാമേജും ഇനിയും മാറിയിട്ടില്ല, മാറ്റിയെടുക്കാനായിട്ട് കുറേ കാലങ്ങൾ എടുക്കുകയും ചെയ്യും.